വാർത്തകൾ തുടരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ CBI. മരണസമയത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും കോളേജ് ഹോസ്റ്റൽ ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ സിദ്ധാർത്ഥന്റെ അച്ഛന്റെയും അമ്മാവന്റെയും മൊഴിയെടുത്തിരുന്നു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ പേരുടെ മൊഴി CBI രേഖപ്പെടുത്തും. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? വൃന്ദ, പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBIയുടെ നിർണായകമായ അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശിൻ്റെയും അമ്മാവൻ്റെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. 4.5 മണിക്കൂർ നേരമാണ് ഇവരുടെ മൊഴിയെടുക്കൽ നീണ്ടത്. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ്റെ 5 സഹപാഠികളുടെ മൊഴിയും ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് CBI സംഘം സിദ്ധാർത്ഥൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ കൂടെ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈത്തിരിയിലെ CBIയുടെ ക്യാമ്പ് ഓഫീസായ PWD റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് മൊഴിയെടുക്കൽ നടക്കുന്നത്. കൂടാതെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ മരണവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്തിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ 4 ദിവസത്തെ സിറ്റിംഗ് കഴിഞ്ഞ ദിവസം പൂക്കോട് സർവകലാശാല ക്യാമ്പസിൽ ആരംഭിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, അനധ്യാപകർ, ഹോസ്റ്റൽ വാർഡന്മാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും മനുഷ്യാവകാശ കമ്മീഷൻ രേഖപ്പെടുത്തും. ഈ കേസിനകത്ത് നിർണായക നീക്കമാണ് ഇപ്പോൾ CBI നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിൻ്റെ തുടക്കം മുതൽ ഈ കേസ് അന്വേഷിച്ച കൽപ്പറ്റ ഡിവൈഎസ്പിയെ നേരിട്ട് കണ്ട് ഈ കേസിൻ്റെ പുരോഗതിയെക്കുറിച്ച് CBI സംഘം സംസാരിച്ചിരുന്നു. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും CBI സംഘം കൽപ്പറ്റ ഡിവൈഎസ്പിയിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുമായും CBI ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ മൊഴികളും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും സിദ്ധാർത്ഥൻ്റെ രക്ഷിതാക്കളുടെയും മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ഈ കേസിനകത്ത് കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തണമോ, ഈ കേസ് അന്വേഷണം ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കണമോ എന്ന കാര്യത്തിലെല്ലാം CBI സംഘം ഒരു അന്തിമ തീരുമാനമെടുക്കും. ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൃന്ദ.